ഹലോ എവ്രിവൻ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ നമ്മൾ ആക്ച്വലി ഇന്ന് ന്യൂസ് പേപ്പറാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബർ 9, 2025. സോ ആക്ച്വലി പലരും ചോദിച്ചൊരു ഡൗട്ടാണ്, ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. നിങ്ങളോട് ആരെങ്കിലും നോട്ട്സ് ഉണ്ടാക്കാൻ പറഞ്ഞു, ഞാനിപ്പോൾ ന്യൂസ് പേപ്പറിന് ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് നോട്ട്സ് തരുന്നില്ലേ, ഇതാണ് നിങ്ങളുടെ നോട്ട്സ് എന്ന് ആക്ച്വലി പറയുന്നത്. ഞാൻ ന്യൂസ് പേപ്പറിന് ഒന്നിച്ച് തന്നിട്ടില്ല, ഇതിനാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് നോട്ട്സ് നിങ്ങളുടെ, ഇതാണ് ന്യൂസ് പേപ്പർ, ഇതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. സോ ന്യൂസ് പേപ്പർ കട്ടിങ് വായിക്കുക, നോട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. പെൻ ആൻഡ് ബുക്ക് എടുക്കുക, ഇത് എഴുതിയെടുക്കുക. ഇതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളിത് സ്പെസിഫിക്കലി നോട്ട്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാൻ തരുന്ന ഇതിനെയാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ നോട്ട്സിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക്, CM സുക്കു ഡിക്ലെയർസ് ഹിമാചൽ പ്രദേശ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ നേരത്തെ ഹിമാചൽ പ്രദേശിലുള്ള ഒരു 7% ആൾക്കാർക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും എഴുതാനും വായിക്കാനും അറിയാം. Earlier, only 7% of people could read and write, but now almost everyone in Himachal Pradesh can read and write. CM Sukhu announced this on International Literacy Day. International Literacy Day നമ്മുടെ ഹിമാചൽ CM സുക്കു അനൗൺസ് ചെയ്തു, ഹിമാചൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫുള്ളി ഒരു ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ്. മുമ്പ് ഒരു 7% ആൾക്കാർക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവർക്കും, ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും അറിയാമെന്നുള്ളത് അദ്ദേഹം അനൗൺസ് ചെയ്തു. സ്റ്റോപ്പ് അരാവലി സഫാരി. ഇതിൽ അരാവലി സഫാരിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെമ്മോ ടു സെൻഡർ ഹരിയാന CM ടു സ്റ്റോപ്പ് അരാവലി സഫാരി പ്രോജക്റ്റ്. ഹരിയാന ഗവൺമെൻറ് പ്ലാൻസ് ടു ബിൽഡ് എ ബിഗ് സൂ സഫാരി പാർക്ക് ഇൻ അരാവലി ഹിൽസ്. ഹരിയാന ഗവൺമെൻറ് ഒരു സഫാരി പാർക്ക് ആക്ച്വലി അരാവലി ഹിൽസിൽ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സഫാരി പാർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ജസ്റ്റ് ഇങ്ങനെ ട്രാവലേഴ്സൊക്കെ അതിനകത്തേക്കൊരു വണ്ടിയിൽ പോവുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റീൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ. ആക്ടിവിസ്റ്റ് ആൻഡ് സയൻറ്റിസ്റ്റ് ആർ എഗെയിൻസ്റ്റ് ഇറ്റ്. നമ്മുടെ ആക്ടിവിസ്റ്റും സയൻറ്റിസ്റ്റും ഒക്കെ അതിന് എഗെയിൻസ്റ്റ് ആണ്. അതെന്തുകൊണ്ടാണ്? ദ സേ ഇറ്റ് വിൽ ഡാമേജ് നേച്ചർ ആൻഡ് ഹേർട്ട് ലോക്കൽ പീപ്പിൾസ് റൈറ്റ്സ്. അതിനകത്ത് താമസിക്കുന്ന കുറച്ച് ട്രൈബൽ പീപ്പിൾസ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിനൊക്കെ ഈ സഫാരി പാർക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഫോറിനേഴ്സിനെയും കൊണ്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ അതിനകത്തൊരു ഡാമേജ് ഉണ്ടാക്കും എന്നാണ് സയൻറ്റിസ്റ്റും ആക്ടിവിസ്റ്റും ഒക്കെ പറയുന്നത്. വി ആസ്ക്ഡ് ദ ഗവൺമെൻറ് ടു ക്യാൻസൽ ദ പ്രോജക്റ്റ്. ഗവൺമെൻറ്റിനോട് ഈ ഒരു പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യണം എന്നുള്ളത് ആര് പറഞ്ഞു? ഈ ആക്ടിവിസ്റ്റും സയൻറ്റിസ്റ്റും ഒക്കെ കൂടി പറഞ്ഞു. ഇത്രയേ അതിൽ പറയുന്നുള്ളൂ. സോ ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. ഹരിയാന ഗവൺമെൻറ് വാണ്ട്സ് ടു മേക്ക് എ സൂ സഫാരി പാർക്ക് ഇൻ അരാവലി ഹിൽസ്. ഹരിയാന ഗവൺമെൻറ് ഒരു സൂ സഫാരി പാർക്ക് ഉണ്ടാക്കണം. അങ്ങനെ ആ സമയത്ത് ഫോറിനേഴ്സ് വരും, റവന്യൂ നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ചെറിയ റവന്യൂ ഒന്നായിരിക്കില്ല ജനറേറ്റ് ചെയ്യുക. എ ഗ്രൂപ്പ് called the National Alliance for Climate and Ecological Justice, made up of activists, scientists, researchers and lawyers, is against it. നാഷണൽ അലയൻസ് ഫോർ ക്ലൈമറ്റ് ആൻഡ് ഇക്കോളജിക്കൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അതൊരു കമ്മ്യൂണിറ്റിയാണ് ആക്ച്വലി. ഈ നാഷണൽ അലയൻസ് ഫോർ ക്ലൈമറ്റ് ആൻഡ് ഇക്കോളജിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ആക്ടിവിസ്റ്റ്, സയൻറ്റിസ്റ്റ്, റിസർച്ചേഴ്സ്, ലോയേഴ്സ് ഒക്കെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ കംപ്ലീറ്റ്ലി ഇതിന് എഗെയിൻസ്റ്റ് ആണ്. അവരെന്തുകൊണ്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയത്? അത് അവിടുത്തെ ലോക്കൽ പീപ്പിളിന്, ട്രൈബൽ പീപ്പിൾസിനെ ഹേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൃഗങ്ങളെ ഡാമേജ് കോസ് ചെയ്യാം, അതുകൊണ്ടൊക്കെയാണ്. ദേ സെൻഡ് എ മെമ്മോ ടു ദ യൂണിയൻ എൻവയോൺമെൻറ്റൽ മിനിസ്റ്റർ ആൻഡ് ഹരിയാന CM. ഹരിയാന സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതേപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ്റും ഒരു മെമ്മോ അയച്ചിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് അതിൻ്റെ കാര്യവശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെമ്മോ. ദി ആസ്ക്ഡ് ദ ഗവൺമെൻറ് ടു ക്യാൻസൽ ദ പ്രോജക്ട് ബിക്കോസ് ആർ ഫ്രജൈൽ ആൻഡ് നീഡ് പ്രൊട്ടക്ഷൻ. അത് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ അവിടെ ആവശ്യമാണ്. ഇത്തരത്തിൽ ആൾക്കാരെ എൻട്രി ഒരിക്കലും നല്ലതിനായിരിക്കില്ല. അത് നേച്ചറിനെ ഹാം ചെയ്യാം, കമ്മ്യൂണിറ്റി ട്രൈബൽ പീപ്പിൾസിൻ്റെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ കൺസേർവ് ചെയ്യണം, ബേസിക്കലി അത്രയേ ഉള്ളൂ. ഇഷ്യൂ കുൻബി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ബിഫോർ സെപ്റ്റംബർ 17 എന്ന് വെച്ചാൽ ഇഷ്യൂ ഓഫ് കുംബി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് മഹാരാഷ്ട്ര. ഡിമാൻഡ് എന്താ വെച്ചാൽ, ആക്ടിവിസ്റ്റ് മനോജ് ജറാംഗെ പട്ടേൽ വാണ്ട്സ് കുംബി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഫോർ എലിജിബിൾ മറാത്താസ് ബിഫോർ സെപ്റ്റംബർ 17. സെപ്റ്റംബർ 17 മുമ്പായിട്ട് മറാത്താസ് ഉണ്ടല്ലോ, മറാത്താസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റാത്തോർ, മറാത്താസിന് ആക്ച്വലി കുൻബി സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ് പറയുന്നത്. കുൻബി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ കുൻബി ആർ ഇൻ OBC കാറ്റഗറി. സോ റിസർവേഷൻ ബെനിഫിറ്റ്സ് ഒബ്വിയസ്ലി കിട്ടുമല്ലോ. സോ ഇഫ് മറാത്താസ് ഗെറ്റ് കുംബി സർട്ടിഫിക്കറ്റ് ദേ ഗെറ്റ് OBC കോട്ട ടു. സോ അവർക്ക് OBC കോട്ടയിൽ കയറാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ റിസർവേഷൻ ഉണ്ട്? ജനറൽ കാറ്റഗറിക്ക് ഇപ്പോൾ IAS ഓഫീസർ ആവണമെങ്കിൽ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 100 വരണം.
OBC ആണെങ്കിലും 250 വന്നാൽ മതി. അതേപോലെ SSC എക്സാം ആണെങ്കിലും RRB എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആണെങ്കിലും എല്ലാത്തിനും റിസർവേഷൻസ് ഉണ്ട്. OBCക്ക് റിസർവേഷൻസ് ഉണ്ട്, SC/STക്ക് റിസർവേഷൻസ് ഉണ്ട്. സോ ബേസിക്കലി ദേ വോണ്ട് റിസർവേഷൻ, ദാറ്റ്സ് ഓൾ. സോ കേരളാസ് മെറ്റേണൽ മൊർട്ടാലിറ്റി റേഷ്യോ റൈസസ് ഫ്രം 18 to 30 എന്ന് വെച്ചാൽ മെറ്റേണൽ മൊർട്ടാലിറ്റി റേഷ്യോ കൂടുന്നുണ്ട്. കേരള മെറ്റേണൽ മൊർട്ടാലിറ്റി റേഷ്യോ റോസ് ഫ്രം 18 to 30 per 1 lakh live births. Kerala plus Andhra Pradesh lowest maternal mortality rate in India. Rise due to COVID deaths and decline in live births. Maternal deaths are steady at 120 to 140 per year. SRS data show rise, but health department says situation is stable. So basically അവിടെ ഇത്രേ പറയുന്നുള്ളൂ. മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ എന്താ? മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ പ്രഗ്നൻസിയുടെ സമയത്ത് മദർ ആക്ച്വലി വിമൻ ഡ്യൂറിങ് പ്രഗ്നൻസി മരണപ്പെടുക, അതിനാണ് മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അമ്മ മരണപ്പെടുക എന്ന് പറയുന്നില്ലേ, പ്രസവിക്കുന്ന സമയത്ത് അമ്മ മരണപ്പെടുക എന്നുള്ളത്, അതാണ് മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്. അത് കേരളത്തിൽ കുറവായിരുന്നു, 18 ആയിരുന്നു. പക്ഷെ അത് 18 to 30 ലൈക്ക് ഒരു ഡ്രാസ്റ്റിക്കലി ഒരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട് ആക്ച്വലി. സോ അതാണ് ഇവിടെ ആക്ച്വലി പറയുന്നത്. പിന്നെ കേരള അമീബിക് ഇൻഫെക്ഷൻ ഡെത്ത് ഡിസീസ് അമീബിക് മെനിഞ്ചോ എൻസെഫാലിറ്റീസ്, നമ്മുടെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ കാരണം വയനാട് ഒരാൾ മരണപ്പെട്ടു. കാസർഗോഡ് പനത്തടി എന്നുള്ളൊരു കേസ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 5 ഡെത്ത് ഒറ്റ മന്തിൽ, 4 ഡെത്തായിരുന്നു, 5 ഡെത്തായിട്ടുണ്ടത്. 42 കേസ് ദിസ് ഇയർ. വിക്ടിംസ് ഇൻക്ലൂഡ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. സോ അമീബിക് മെനിഞ്ചോ എൻസെഫാലിറ്റീസ് എന്നാണ് അസുഖത്തിൻ്റെ പേര്, ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്തത് സോ ദ ഡൊമസ്റ്റിക് സ്ഫിയർ ഇൻ എ ന്യൂ ഇന്ത്യ, NIRF, yeah. Ranking pitfalls. NIRF should help improve both quality and equity in higher education. In short, NIRF എന്ന് വെച്ചാൽ അത് 2016 സ്റ്റാർട്ട് ചെയ്തതാണ്. 17 കാറ്റഗറീസ്, അതായത് എഡ്യൂക്കേഷൻ, റിസർച്ച്, ഓരോ രീതിയിൽ 17ഓളം കാറ്റഗറീസിലായിട്ട് 14,000-ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ കവർ ചെയ്യുന്നുണ്ട്. അവർക്ക് റാങ്കിങ് കൊടുത്തിട്ടുണ്ട്, ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റാങ്കിങ് കൊടുത്തിട്ടുണ്ട് ബേസ് ചെയ്തിട്ട്. അതായത് ബേസിസ് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ, റിസർച്ച്, ഇൻഫ്രാസ്ട്രക്ചർ, അതൊക്കെ ബേസ് ചെയ്തിട്ട് 14,000-ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ റാങ്കിങ് കൊടുത്തിട്ടുണ്ട്. ആ റാങ്കിങ് അവരുടെ ടീച്ചിങ് റിസോഴ്സസ്, പിന്നെ റിസർച്ച്, പിന്നെ ഗ്രാജുവേഷൻ ഔട്ട്കം, റിസൾട്ട് ആൻഡ് ഇൻക്ലൂസിവിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അവരെന്ത് കൊടുക്കുന്നത്, അവർ റാങ്കിങ് ആക്ച്വലി കൊടുക്കുന്നത്. പ്രോബ്ലംസ് എന്താ? ബേസ്ഡ് ഓൺ റെപ്യൂട്ടേഷൻ ക്യാൻ ബി ബയാസ്ഡ്. ഓൺലി ചെക്ക് ജെൻഡർ, റീജിയണൽ ഡൈവേഴ്സിറ്റി, ഇഗ്നോസ് കാസ്റ്റ്, പുവർ, ഡിസേബിൾ സ്റ്റുഡൻസ്. JNU aims Delhi scored well in inclusivity. Many central universities do not fill reserved posts like SC, ST, OBC in faculty jobs. Weak areas in higher education. Lack of PhD qualified teachers. 58% of management colleges show zero research. Regional imbalance in quality of education, need for improvement. Punish institutions giving false data. Use ranking to fix problems, not just as an annual ritual. So ഇവർ ആക്ച്വലി റാങ്കിങ് കൊടുക്കും. 14,000-ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൃത്യമായിട്ട് റാങ്കിങ് കൊടുക്കും. അവർ 17 കാറ്റഗറീസോളം, ലൈക്ക് അവരുടെ ടീച്ചിങ്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ റിസൾട്ട്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ബേസ് ചെയ്തിട്ട് അവർ ഈ ഒരു റാങ്കിങ് ആക്ച്വലി കൊടുക്കുന്നുള്ളത്. പക്ഷെ അതിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കൊടുക്കുന്ന സമയത്ത്. പ്ലസ് ഒരുപാടോളം യൂണിവേഴ്സിറ്റീസ് ആക്ച്വലി, ഒരുപാട് കോളേജസൊക്കെ ഫേക്ക് ആയിട്ടുള്ള റിസൾട്ട്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ട് ടീച്ചേഴ്സ് എന്ന് ഫേക്ക് ആയിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഡാറ്റാസ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള റാങ്കിങ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. ഇത് ഇങ്ങനെ കൊടുത്തുകൊണ്ടൊരു കാര്യമില്ല. ഇപ്പോൾ പറയാൻ എല്ലാവരൊക്കെ NIRF ഇത്രയും റാങ്ക് നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ടോപ്പ് 250 കോളേജസിലാണെന്നൊക്കെ പറയും. പക്ഷേ അവിടെയും ഒരുപാട് ലിമിറ്റേഷൻസ് ആക്ച്വലി ഉണ്ട് ഇത് കൊടുക്കുന്ന സമയത്ത്. പല സ്ഥലത്തും SC, ST, OBC കോട്ടയിലുള്ള ടീച്ചേഴ്സിന് തന്നെ ഫില്ല് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്. ലൈക്ക് ടീച്ചേഴ്സിനും റിസർവ്ഡ് പോസ്റ്റ് ഉണ്ട്, അവിടെ ഒന്നും ടീച്ചേഴ്സിന് പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. റിസർച്ച് റിസർച്ച് പല പ്രൈവറ്റ് കോളേജസിലും ആക്ച്വലി. സോ അങ്ങനെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ആക്ച്വലി ആവശ്യമുണ്ട്. ഡൊമസ്റ്റിക് ഫിയർ ആൻഡ് വിമൻസ് റൈറ്റ്, ഇത് ഈ ഒരു ആർട്ടിക്കിളാണ്, ഈ ഒരു നാടുള്ള ആർട്ടിക്കിളാണ്. ഇതിൽ പറയുന്നത് RSS statement. RSS chief said families should have at least 3 children to save civilization. നമ്മുടെ സിവിലൈസേഷൻ സേവ് ചെയ്യാനായിട്ട് ഒരു ഫാമിലി അറ്റ്ലീസ്റ്റ് 3 ചിൽഡ്രൻ എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് RSS ചീഫ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ട്രീറ്റ് വിമൻസ് ലൈക്ക് മെഷീൻസ് ഫോർ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കോൺട്രവേഴ്സി ഇറങ്ങിയിട്ടുള്ളത്. സോ RSS ചീഫ് പറയുന്ന നമ്മുടെ സിവിലൈസേഷനെ നമുക്ക് രക്ഷിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വീട്ടിലൊരു 3 കുട്ടികളെങ്കിലും വെച്ചിട്ട് വേണം. പക്ഷെ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, സഹിക്കുന്ന പെയിൻ,
ആ ഒരു അമ്മ സഹിക്കുന്ന പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വിചാരിക്കുന്നതിനപ്പുറമാണ്. സോ വിമൻസിന് ഒരു റീപ്രൊഡക്ഷനുള്ളൊരു മെഷീനായിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോൺട്രവേഴ്സി ഇറങ്ങിയിട്ടുള്ളത്. അതാണ് ഈ മൊത്തം ആർട്ടിക്കിൾ ആക്ച്വലി പറയുന്നുള്ളത്. സോ വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, 7,000 ഡൗറി ഡെത്ത് എവറി ഇയർ. ഡൗറി കാരണം മരണപ്പെടുന്ന സംഖ്യ, സൂയിസൈഡ് അല്ലെങ്കിൽ കൊലപാതകം തുടങ്ങിയിട്ടുള്ള സംഖ്യയൊക്കെ വളരെ വലുതാണ്. 7,000ഓളം ഡൗറി ഡെത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ NFHS 30% വിമൻസ് വയലൻസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവരുടെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. വെറും 14% വിമൻസ് മാത്രമേ കംപ്ലയിൻറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സഹിച്ച് ക്ഷമിച്ച് പുറത്ത് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അതാണ് മറ്റൊരു റിപ്പോർട്ട് ആക്ച്വലി പറയുന്നുള്ളത്. 1/3 ഓഫ് ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൻ, ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസ് ഏറ്റവും അധികം വിമൻസ് ഫേസ് ചെയ്യുന്നതാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അതായത് വീട്ടിലെന്തെങ്കിലും തല്ലുക, ചീത്ത പറയുക, ബുദ്ധിമുട്ട്. BJP RSS സൈലൻ്റ് ഓൺ ഡൊമസ്റ്റിക് വയലൻസ് ബട്ട് ലൗഡ് ഓൺ ലവ് ജിഹാദ്. സോ അവർ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ബാക്കി ഇത്തരത്തിലുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ കോൺട്രവേഴ്സി സാധാരണ ഇറക്കുന്നുള്ളത്. ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ച് എന്തുകൊണ്ട് അവരൊന്നും മിണ്ടുന്നില്ല, വിമൻ വയലൻസിനെ കുറിച്ച് എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് ജസ്റ്റ് ഒരു റീപ്രൊഡക്ഷനുള്ള ഒരു മെഷീൻ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വയലൻസിനെതിരെ പ്രതികരിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോൺട്രവേഴ്സി ഇറങ്ങിയിട്ടുള്ളത്. ഇത്രയും കാര്യം അതിൽ പറയുന്നുള്ളൂ. എക്സാമിൻ്റെ പോയിന്റ് ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അല്ലാതെ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് ആവശ്യമില്ല. അടുത്തൊരു പാർട്ട്, ഇറാൻ ആൻഡ് ഇന്ത്യ, ആൻഷ്യന്റ് സിവിലൈസേഷൻസ് ആൻഡ് ന്യൂ ഹൊറിസോൺസ്. Crisis of Western-led world order. For many years, Western countries like USA, Europe controlled the world order. They used tools like global financial system, dollars, monopoly in science and technology, human rights standards, global media control. നേരത്തെയൊക്കെ നമ്മുടെ യൂറോപ്പ് അല്ലെങ്കിൽ നമ്മുടെ US ഒക്കെയാണ് കംപ്ലീറ്റ്ലി ഗ്ലോബൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങിയ സമയത്തും നമ്മൾ ഡോളേഴ്സ് യൂസ് ചെയ്തു. US ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറൻസ് അലോട്ട് ചെയ്ത് തരുന്നത്. അതൊക്കെ കൊണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കൊണ്ട് 50%, 25% അവർ ഓരോ പ്രൊഡക്റ്റിന് 50%, ഓരോ പ്രൊഡക്റ്റിന് 25% ഒക്കെ വെച്ചിട്ട് പെനാൽറ്റി ഈടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെനാൽറ്റി അടക്കണം, അല്ലെങ്കിൽ ഫൈൻ അടക്കണം എന്നുള്ളൊക്കെ രീതിയിലുള്ള ന്യൂസൊക്കെ ഈ അടുത്ത് വരുന്നുണ്ടായിരുന്നു. ചില സമയത്ത് പറഞ്ഞത് 50%ഓളം ഫൈൻ അടക്കാൻ പറയുന്നുണ്ട്, ചില സമയത്ത് പറഞ്ഞത് ഡിക്രീസ് ചെയ്ത് 25% പെനാൽറ്റി അടച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. സോ അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ റഷ്യയുടെ നിന്ന് ഓയിൽ വാങ്ങുന്നതിന് US എന്തുകൊണ്ടാണ് പെനാൽറ്റി ഈടാക്കുമെന്ന് പറഞ്ഞത്? ബിക്കോസ് അവരാണ് ഗ്ലോബൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. പലരും വന്ന് ചോദിച്ചൊരു ഡൗട്ടാണ്, സർ നമ്മൾ റഷ്യയുടെ നിന്നല്ലേ വാങ്ങുന്നത്, അപ്പോൾ US എന്തുകൊണ്ടാണ് നമുക്ക് ഫൈൻ ഈടാക്കുന്നത്, പെനാൽറ്റി ഈടാക്കുന്നത്? ബിക്കോസ് US ആണ് ഡോളർ തൊട്ടുള്ള അവരുടെ ഡോളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആയിക്കോട്ടെ ഗ്ലോബൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് US ആണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു പെനാൽറ്റി ഈടാക്കിയിട്ടുള്ളത്. സോ നേരത്തെ US അല്ലെങ്കിൽ യൂറോപ്പാണ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടായിരുന്നത്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജി ബേസ് ചെയ്തിട്ട് എന്താണെങ്കിലും അവരാണ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻസ് മാറി, ഇപ്പം അങ്ങനെയല്ല. Now this control is weakening because violations of international laws. അവർ പല ഇൻ്റർനാഷണൽ ലോസും വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതൊന്നാമതൊരു കാര്യം. ട്രേഡ് വാർസ്, എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ, ലോസ് ഓഫ് ട്രസ്റ്റ് ഇൻ വെസ്റ്റേൺ ലീഡർഷിപ്പ്. അതുകൊണ്ട് ദ വേൾഡ് ഈസ് ചേഞ്ചിങ്. റൈറ്റ് നൗ വെസ്റ്റേൺ ഡോമിനൻസ് ഇസ് ഡിക്ലൈനിങ്. ഇപ്പോൾ കുറച്ചും കൂടെ വെസ്റ്റേൺ ഡോമിനൻസ് ഡിക്ലൈൻ ആകുന്നുണ്ട്. അവരുടെ വെസ്റ്റേൺ ഡോമിനൻസ് ഇപ്പോൾ കുറച്ചും കൂടെ ഡിക്ലൈൻ ആവുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ ആൻഷ്യൻ സിവിലൈസേഷൻസ്, ഇന്ത്യ ഇറാൻ എന്നൊക്കെ പറയുന്ന ഒരു ആൻഷ്യൻ സിവിലൈസേഷൻ, ആക്ച്വലി ഇന്ത്യ ഇറാൻ എന്നൊക്കെ പറയുന്നത് ആൻഷ്യൻ സിവിലൈസേഷൻസ് ആണ്. വിത്ത് സ്ട്രാറ്റജിക് ഇൻഡിപെൻഡൻസ് പ്ലസ് പാർട്ണർഷിപ്പ് ക്യാൻ ലെഡ് ഗ്ലോബൽ സൗത്ത്. സോ പ്രോപ്പറായിട്ടൊരു പാർട്ണർഷിപ്പും പ്രോപ്പറായിട്ട് ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ലൊരു ഒത്തൊരുമയോടെ ഒരു പാർട്ണർഷിപ്പോടെ കൂടെ മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ്, സദേൺ പാർട്ടിലുള്ള ഗ്ലോബൽ മാർക്കറ്റിംഗ് നമുക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ള തോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എയിം എന്താണ്? ടു ബിൽഡ് എ ന്യൂ ഓർഡർ ബേസ്ഡ് ഓൺ ജസ്റ്റിസ്, ഇക്വാലിറ്റി, പാർട്ടിസിപ്പേഷൻ, നോട്ട് ഡോമിനേഷൻ. അടുത്ത GSTനെ കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്. സോ GST 2.0 കുഡ് അണ്ടർമൈൻ ഡയറ്ററി ഹെൽത്ത്. എന്താ നോക്കാം. GST 2.0 ഗവൺമെൻറ് വിൽ കീപ് two main taxes, 5% and 18%. ആക്ച്വലി 5%ഉം 18%ഉം രണ്ട് രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ് ടാക്സ് ഈടാക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ 40% ടാക്സാണ് ലക്ഷറിയസ് ആയിട്ടുള്ള ഐറ്റംസിന് അവർ ഈടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ പിസ്സ, ബ്രെഡ്, ഇതിനൊക്കെ 0% ടാക്സും. എന്താ ഞാൻ പറഞ്ഞുതരാം. ചീപ്പർ ഫുഡ് ഈസ് ഓൾവേസ് നോട്ട് ഹെൽത്തി. മൈദ, പിസ്സ, ബ്രെഡ്, ചോക്ലേറ്റ്, സ്വീറ്റ്സ്, ദിസ് ക്യാൻ മേക്ക് പീപ്പിൾ ഈറ്റ് മോർ ജങ്ക് ഫുഡ്സ്. അതായത് ഈ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചെറിയ പൈസ കിട്ടുവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കൂടുതൽ വാങ്ങി കഴിക്കും. അതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫുഡ് ലാബലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പീപ്പിൾ ഡോണ്ട് നോ വിച്ച് ഫുഡ് ഈസ് ഹെൽത്തി അൺഹെൽത്തി. India has no strong warning labels on packs. Supreme Court told FSSAI to bring proper rules
soon. Health expert want high in sugar, salt, fat warning labels. നല്ലോണം സാൾട്ട് അല്ലെങ്കിൽ നല്ലോണം ഷുഗറൊക്കെ ഉള്ള കാര്യത്തിന് കൃത്യമായിട്ട് ലാബിൽ വേണം. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള റൂൾ ഉണ്ട് കുറച്ച്. സോ അതൊക്കെ ബേസ് ചെയ്തിട്ട് ലാബിൽസ് കൊണ്ടുവരണം. അതിന് എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ബി ഡൺ? ഫുഡ് വിത്ത് ഹൈ ഷുഗർ, ഫാറ്റ്, സോൾട്ട് ഷുഡ് നോട്ട് ഗെറ്റ് ലോ ടാക്സ്. ചെറിയ ടാക്സ്, ഈ 5% പറഞ്ഞ ലോ ടാക്സ് ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് ജങ്ക് ഫുഡിന് ഒരിക്കലും കിട്ടാൻ വേണ്ടി പാടില്ല. അതിനൊക്കെ ടാക്സ് കൂടുതൽ ഈടാക്കണം. അപ്പോൾ ഒരു ലേസിൻ്റെ പാക്കറ്റിന് 30 rupees ആണെങ്കിൽ നമ്മൾ വാങ്ങുമോ? ഇല്ല. സോ ഓൺലി ഹെൽത്തി ഫുഡ് ഷുഡ് ഗെറ്റ് 5% ടാക്സ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആക്ച്വലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതൊക്കെ ആണെങ്കിൽ ഓക്കെ 5% ടാക്സ് മാത്രം ഈടാക്കിയാൽ മതി. അല്ലാത്തതിനൊന്നും 5% ആവരുത്, അതിൽ കൂടുതൽ ഈടാക്കണം. അതപ്പോൾ ആ സമയത്ത് ആൾക്കാർ അങ്ങനെ വാങ്ങിക്കൂല. ആഡ്സ് ഓഫ് ജങ്ക് ഫുഡ് ടു ചിൽഡ്രൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ്. ഈ കുട്ടികൾ കഴിക്കാനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്താറുണ്ട് ഈ ജങ്ക് ഫുഡൊക്കെ, അത് ബാൻ ചെയ്യണം. ഗവൺമെൻറ് ഷുഡ് യൂസ് മണി ഫ്രം സിൻ ടാക്സസ്, 40% ടാക്സ് ഫോർ ഹെൽത്ത് അവയർനെസ്, സ്ട്രോങ് ലാബലിംഗ്, ഡിസീസ് പ്രിവെൻഷൻ. ഈ 40% ടാക്സ് ആണല്ലോ ലക്ഷറീസ് ഐറ്റം എന്നൊക്കെ വാങ്ങുന്നത്. അത് എന്ത് ചെയ്യണം? നല്ലൊരു ആവശ്യത്തിനായിട്ട് ഗവൺമെൻറ് യൂസ് ചെയ്യണം. ഇൻ ഷോർട്ട്, GST 2.0 മേക്സ് ഫുഡ് ചീപ്പർ, but without warning labels and rules, even junk food like chocolate, maida, pizza will become cheap, leading to health problem. സോ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ 5% മാത്രമേ ടാക്സ് ഈടാക്കുള്ളൂ, കുറക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ജങ്ക് ഫുഡ് എന്താവും? കുറച്ചും കൂടെ ചെറിയ പൈസ കിട്ടുമ്പോൾ കുട്ടികൾ നല്ലോണം വാങ്ങി കഴിക്കും. ആ സമയത്ത് ജങ്ക് ഫുഡിന് കൃത്യമായിട്ട് ലാബിൽ കൊടുത്ത് അതിന് ടാക്സ് കൂടുതൽ ഈടാക്കുക. നോർമലായിട്ടുള്ള നല്ല ബ്രെഡ് പോലുള്ള കാര്യങ്ങൾക്ക്, ബൺ, ബ്രെഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സോ അതിനൊക്കെ എന്ത് ചെയ്യുക? നോർമലായിട്ടുള്ള പൈസ മാത്രം ഈടാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ആക്ച്വലി പറയുന്നുള്ളത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സിന് എങ്ങനെ ഉണ്ട് ചോദിക്കാം. അടുത്തത് പ്രൈവറ്റ് സ്കൂളിനെ കുറിച്ചിട്ടും ഗവൺമെൻറ് സ്കൂളിനെ കുറിച്ചിട്ടാണ് ഇതിൽ ആക്ച്വലി പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ മനസ്സിലാക്കിയിരിക്കുക, കാരണം ആവശ്യം വരും. ഓക്കെ, സോ കീ ഫൈൻഡിങ്സ് ഓൺ ഗവൺമെൻറ് സർവേ 2025 കിൻഡർ ഗാർഡൻ. Actually, kindergarten very costly in private schools. Rural 17,988 private versus 823 in government. Actually, government സ്കൂളിലൊക്കെ 823 rupees ആണ് ഫീസ് എന്നാണെങ്കിൽ റൂറൽ ഏരിയയിലൊക്കെ കിൻഡർ ഗാർഡനൊക്കെ 17,000 രൂപയിൽ കൂടുതലാണ് ഫീസ് വാങ്ങുന്നത്. അർബൻ ഏരിയയിലോ 26,000+, ഗവൺമെൻറ് ആണെങ്കിലോ 1,600. പക്ഷേ ആൾക്കാർ ഗവൺമെൻറ്റിൽ അങ്ങനെ അയക്കുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് അവിടെ ഒരുപാട് കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഗവൺമെൻറ്റിൽ ചേർക്കുന്നില്ല. സോ നിങ്ങളൊരു ഡിഫറൻസ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് ആക്ച്വലി വരുന്നുണ്ട്. പ്രൈവറ്റ് കിൻഡർ ഗാർഡൻ ഈസ് വെരി കോസ്റ്റ്ലി, 16 to 22 times higher than government schools. Gap reduces as students move to higher classes, only 4 to 6 times in higher secondary. പിന്നെ സ്റ്റേറ്റ്സ് ലൈക്ക് കർണാടക, ഛത്തീസ്ഗഡ് ഷോ എക്സ്ട്രീം ഗ്യാപ്സ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഛത്തീസ്ഗഡ് 100% ഹൈ ആണ്, കർണാടകയോ 49,000 ഒക്കെയാണ്, ഗവൺമെൻറ് ആണെങ്കിലോ 688, 72 times ഹയർ ആണ് വാങ്ങുന്ന ഫീസ്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഒഡീസ എല്ലാ സ്ഥലത്തും നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലൊക്കെ ടീച്ചേഴ്സിൻ്റെ സാലറി 25,000. കിൻഡർ ഗാർഡനിലൊക്കെ ടീച്ചേഴ്സിൻ്റെ സാലറി 25,000. നിങ്ങൾ ആലോചിക്കുക, ഒരു ടീച്ചറിന് ഒരു 25,000 കൊടുക്കണമെങ്കിൽ സ്റ്റുഡൻസിനെ നിന്ന് കുട്ടികളെ നിന്ന് എത്ര വാങ്ങുന്നുണ്ടോ ആലോചിച്ച് നോക്കുക. ഗവൺമെൻറ് സ്കൂളിലാണെങ്കിലോ കോസ്റ്റ് റൈസ് ഷാർപ്ലി ആസ് ക്ലാസസ് ഗോ ഹയർ. ഗവൺമെൻറ് സ്കൂൾ കുറച്ച് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ടാണ്, പക്ഷേ പ്രൈവറ്റിലോ താഴെ തന്നെ ആക്ച്വലി തുടങ്ങുന്നുണ്ട്. കൺക്ലൂഷൻ എന്താ? ഫൈനൽ കൺക്ലൂഷൻ എന്താ? പ്രൈവറ്റ് സ്കൂൾ ചാർജ് വെരി ഹൈ ഫീസ് അറ്റ് എൻട്രി. കിൻഡർ ഗാർഡനിലൊക്കെ പ്രൈവറ്റ് സ്കൂളിൽ കയറുമ്പോൾ തന്നെ നല്ല ഫീസാണ് വാങ്ങുന്നത്. ലേറ്റർ ക്ലാസ്സസ് ഷോ ഓൺലി സ്മോൾ ഡിഫറൻസസ്. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് കുഞ്ഞു ഡിഫറൻസേ ഉള്ളൂ. എന്ന് വെച്ചാൽ കിൻഡർ ഗാർഡന് 26,000 വാങ്ങിയാൽ 10th എത്തുന്ന സമയത്ത് ചിലപ്പോൾ 42,000 ആയിരിക്കും ഉണ്ടാവും. എന്ന് വെച്ചാൽ വലിയൊരു ഗ്യാപ്പ് ഇവിടെ വരുന്നില്ല. കിൻഡർ ഗാർഡനിൽ തന്നെ അവർ വലിയൊരു ഫീസ് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ കിൻഡർ ഗാർഡനിലൊക്കെ 2,000 ഫീസ് വാങ്ങിയിട്ട് ഒരു 10th എത്തുമ്പോൾ 36,000 ആണ്. ഓക്കെ, ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് കിൻഡർ ഗാർഡനിൽ തന്നെ 26,000 വാങ്ങിയിട്ട് 12th എത്തുമ്പോൾ 36,000 വാങ്ങി ഈ ഒരു ഗ്യാപ്പ് വലിയ ഡിഫറൻസ് ഇല്ല. സോ കിൻഡർ ഗാർഡനിൽ ചേരുമ്പോൾ തന്നെ അവർ വാങ്ങുന്നത് കൊല്ലുന്ന പൈസയാണ്. പ്രൈവറ്റ് KG kindergarten is a costly stage, many times higher than government school. ഗവൺമെൻറ് സ്കൂളിൽ 700 രൂപ ഫീസുള്ള സ്ഥലത്ത് കിൻഡർ ഗാർഡൻ 26,000 48,000 ഒക്കെ ഫീസ് വരുന്നത്. റെഡ്യൂസസ് ആസ് ഗോ ഹയർ, മീനിങ് പ്രൈവറ്റ് സ്കൂൾ ഫ്രണ്ട് ലോഡ് ഫീസ് അറ്റ് ദ ബിഗിനിങ്. കയറുമ്പോൾ തന്നെ ഒടുക്കത്തെ ഫീസ് അവർ ആക്ച്വലി വാങ്ങുന്നത്. അടുത്തത്, വാജ്പേയി wanted to fix India-China border issues since 1979 തൊട്ടേ വാജ്പേയി ആക്ച്വലി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് തൊട്ടേ ചൈന ഇഷ്യൂസ് ആക്ച്വലി സോർട്ട് ഔട്ട് ചെയ്യണം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് 2003 ഹി മേഡ് എ ബിഗ് പുഷ്. സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ടീമിനെ അപ്പോയിൻറ്റ് ചെയ്തു. 2 കൺട്രി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി തുടങ്ങി ഈ ഒരു ബോർഡർ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
2005 they agreed on political parameters. India keep Arunachal Pradesh, claim China keep Aksai Chin. China പറയുന്നത് അത് നമ്മുടെ റീജിയനാണ്, അക്സൈ ചിന്നാണ് റീജിയൻ. ഇന്ത്യ പറയുന്നത് ഞങ്ങളുടെതാണ് അരുണാചൽ പ്രദേശാണ്. കൺസിഡർ ബോർഡർ പീപ്പിൾസ് സേഫ്റ്റി, യൂസ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഫോർ ദ ബോർഡർ. പ്രോബ്ലം ചൈന സ്റ്റിൽ വോൺസ് ലോങ് സ്ലോസ് ഫൈനൽ ഡീൽ. അവർക്ക് പിന്നെയും റീജിയൻസ് വേണം ചൈനയ്ക്ക്. നമ്മുടെ ഈ ഒരു SR എന്ന് പറയുന്ന ടീം ഇപ്പോഴും അവരുടെ ചർച്ചകൾ നടത്തിക്കൊണ്ടുണ്ട്. ആക്ച്വലി സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ പൊളിറ്റിക്കൽ അപ്രൂവൽ. ഇപ്പോഴും അവർ അപ്രൂവലിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 2025 ഇപ്പോഴും ടോക്സ് കണ്ടിന്യൂ വർക്കിംഗ് ഓൺ സ്മോൾ ഏർലി ഹാർവസ്റ്റ് deals. Sikkim type Tibet full border settlement is still pending. Military build-up on both sides continues because final deal is not signed yet. കൃത്യമായിട്ട് ഇപ്പോഴും ചൈനയുടെ സ്ഥലം ഏതാ ഇന്ത്യയുടെ സ്ഥലം ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഗാൽവൻ ഇഷ്യൂ ഒക്കെ വന്നത്. സോ ഇപ്പോൾ രണ്ടുപേരും ഒരു മാപ്പ് ബേസ്ഡ് ഒരു ബോർഡ് ഉണ്ടാക്കുന്നുണ്ട് ആക്ച്വലി. അത് പ്രകാരം അതിൻ്റെ തൊട്ടപ്പുറത്ത് മാത്രമാണ് സോൾജേഴ്സ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴാണ് കുറച്ചും കൂടെ, ഇപ്പോൾ 2025 കുറച്ചും കൂടെ നല്ല ബോർഡേഴ്സൊക്കെ ആക്ച്വലി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കൊണ്ടുവന്ന ഒന്നും ഒരു മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. India and China have mostly agreed on border framework 2005 political parameters, but dispute like Tawang remains. So final settlement hasn't happened yet, and both sides will still keep troops on the border. ഇപ്പോഴും ട്രൂപ്സ് ആക്ച്വലി ബോർഡേഴ്സിലുണ്ട്. ടോക്സ് ഓൺ ഗോയിങ്. ഇപ്പോഴും നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഏർലി ഹാർവസ്റ്റ് പ്ലാൻ, ബോർഡർ മാനേജ്മെൻറ്റ്, മിലിറ്ററി പ്രസൻസ്, രണ്ട് ഭാഗത്തും ട്രൂപ്സ് ആക്ച്വലി ഉണ്ട്. Political push needed. Final settlement will only happen when the top leaders agree that leaving the border unsettlement is harmful. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചാൽ മാത്രമേ ഡിസ്പ്യൂട്ട് സോർട്ട് ഔട്ട് ആവുള്ളൂ. പിന്നെ ഇപ്പോൾ ചൈനയും ഇന്ത്യയും റഷ്യയും മൂന്നാൾക്കാരും നല്ല രീതിയിൽ അലയൻസ് സ്ഥാപിച്ച സ്ഥിതിക്ക് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനാണ് സാധ്യത. അടുത്തത് നാഗ കൗൺസിൽ ഇൻ മണിപ്പൂർ ടു എൻഫോഴ്സ് ട്രേഡ് എംബാഗോ. Fence on the India-Myanmar border. The Indian government wants to put a physical barrier like wire or fencing along the border with Myanmar. Actually, India-Myanmar border, India ഇതിപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ബോർഡർ നിർമ്മിച്ചു എന്ന് വിചാരിച്ചു. എന്തെങ്കിലും കമ്പി വീലൊക്കെ വെച്ചിട്ട് ഒരു ബോർഡർ നിർമ്മിച്ചു എന്ന് വിചാരിച്ചു. ഇത് മ്യാൻമാർ, ഇത് ഇന്ത്യ. ഇവിടെ ഒരു ബോർഡർ ആവശ്യമാണ്. കാരണം ഇല്ലെങ്കിൽ മ്യാൻമാറിന് ആക്ച്വലി ബംഗ്ലാദേശ് ടെററിസ്റ്റ് ഒക്കെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് അവിടെ ഒരു ബോർഡർ നിർമ്മിക്കാൻ പോവാണ്. പക്ഷേ പ്രശ്നം എന്താ? Why officially it's to stop smuggling, illegal movement and security threat. സ്മഗ്ലിങ്ങും ഇല്ലീഗൽ മൂവ്മെൻറ്റ്സും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ത്രെട്ടൊക്കെ ഉള്ള ഒരു ബോർഡർ അവിടെ സ്ഥാപിക്കുന്നത്. പക്ഷേ ഇവിടെ ആക്ച്വലി കുറച്ച് ഇന്ത്യൻ ഫാമിലീസ് താമസിക്കുന്നുണ്ട്. ഇന്ത്യ ഇവിടെ ബോർഡർ സ്ഥാപിച്ചാൽ ഈ ഇന്ത്യൻസ് എന്ത് ചെയ്യും? അവർ ഒഫീഷ്യലി മ്യാൻമാറിൻ്റെ ബോർഡറിനകത്ത് വരും. അവർ മ്യാൻമാർ അക്സെപ്റ്റ് ചെയ്യില്ല, ഇന്ത്യയും അക്സെപ്റ്റ് ചെയ്യില്ല. അവർ നടുവിൽ സ്റ്റക്കായിരിക്കും. Why the Nagas opposite? The Nagas live across India, Arunachal Pradesh, Manipur, Nagaland, Myanmar, Sagaing division. This fence would cut through their ancestral land, stopping free movement of people and goods. സോ ഇവിടെയുള്ള ആൾക്കാരുടെ ഫാമിലി ആയിരിക്കും ഇവിടെയുള്ള ആൾക്കാർ. അപ്പോൾ ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ നിന്നിട്ട് ബോർഡർ ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാരുടെ ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു ബോർഡർ ഉണ്ട്. സോ ഇന്ത്യൻ ആക്ച്വലി ഇവിടെ രണ്ട് ഫാമിലി ഉണ്ട്. ഇത് ഫാദർ, ഇത് സണ്ണ്. ഇവിടെ ഒരു ബോർഡർ വരാമെന്ന് വിചാരിച്ചോ. ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, ഇവർക്ക് ഇങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇവർ ഇന്ത്യയിലാണെന്നെങ്കിലും പറയാം. ഇവരെവിടെയുള്ളത് മ്യാൻമാറിൽ. ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യില്ല, മ്യാൻമാർ അക്സെപ്റ്റ് ചെയ്യില്ല. സോ ബേസിക്കലി നോ ട്രേഡ് അണ്ടിൽ ദ ഗവൺമെൻറ് ലിസൺ ടു ദം. സോ ഗവൺമെൻറ് അവർ ലിസൺ ചെയ്യുന്നവരെ ദർ വിൽ ബി നോ ട്രേഡ് എന്ന് അവർ പറയുന്നത്. Who visited? Israel finance minister came to India. What happened? Signed a bilateral investment agreement with Indian finance minister Nirmala Sitharam. Israel finance minister വന്ന് നിർമ്മല സീതാറാം ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഗ്രിമെൻ്റ് ആണത്. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പർപ്പസ് എന്താ? ഫെസിലിറ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇസ്രായേൽ. കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക, കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സുപ്രീം കോർട്ട് പറഞ്ഞു ആധാർ കാർഡ് വാലിഡ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഇലക്ഷൻ്റെ സമയത്ത് June 10, സുപ്രീം കോർട്ട് urged election commission to accept ആധാർ ഫോർ ഇലക്ടോറൽ റോൾ വെരിഫിക്കേഷൻ. ഇലക്ടോറൽ റോൾ വെരിഫിക്കേഷൻ ആധാർ കാർഡ് മതി എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞു. പ്രശ്നം എന്താണെന്നറിയോ? BLO, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് refusing to accept ആധാർ. Some officers faced a disciplinary action for accepting it. ചില ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ആധാർ കാർഡ് പ്രൂഫായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പല ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് ചീത്ത കിട്ടിയിട്ടുണ്ട് സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. സോ വോട്ടേഴ്സ് നീഡ് ആധാർ ടു വോട്ട്. ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി വിത്ത് അതർ റെസിഡൻസ്, ഐഡിയൽ റെസിഡൻസ്. ഇലക്ഷൻ കമ്മീഷൻ ആധാർ ഇസിൻ്റെ പ്രൂഫ് ഓഫ് സിറ്റിസൻസ് ലൈക്ക് എ പാസ്പോർട്ട്. ആധാർ ഒരു പ്രൂഫ് അല്ല പാസ്പോർട്ട് പോലെ. സോ മസ്റ്റ് വോട്ടേഴ്സ് ഓൾറെഡി സബ്മിറ്റഡ് ക്ലെയിംസ് യൂസിങ് അതർ ഡോക്യുമെൻറ്റ്സ്. നമ്മളിപ്പോൾ എക്സാമിന് മുമ്പേ ആധാർ കാർഡ് പല സ്ഥലത്ത് ആക്ച്വലി വാലിഡ് അല്ല. നമുക്ക് എന്തെങ്കിലും പാൻ കാർഡോ വോട്ടേഴ്സ് ഐഡിയോ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൂഫായിട്ട് വേണം ചില സ്ഥലത്ത് പറയാറുണ്ട്. ആധാർ ക്യാൻ ബി ട്രീറ്റഡ് ലൈക്ക് റേഷൻ കാർഡ്, പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ് ഫോർ ഐഡൻറ്റിഫൈ റെസിഡൻസ്, നോട്ട് സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ ഒരാൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതിനൊരു പ്രൂഫാണ് ആധാർ കാർഡ്. സിറ്റിസൺഷിപ്പ്, പൗരത്വം ആധാർ കാർഡ് ബേസ് ചെയ്ത് പറയാൻ പറ്റില്ല. അതിന് വേറെ എന്തെങ്കിലും പാൻ കാർഡ്, വോട്ടർ ഐ ഡി അല്ലെങ്കിൽ കുറച്ചും കൂടെ വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെന്നാണ് ഇലക്ഷൻ കമ്മീഷനൊക്കെ പറയുന്നത്.
ബട്ട് സുപ്രീം കോർട്ട് എന്താ പറഞ്ഞത്? ആധാർ കാർഡ് ക്യാൻ ബി യൂസ് ആസ് എ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി റിസൈഡിംഗ് ഫോർ വോട്ടിംഗ്. ഇലക്ഷൻ കമ്മീഷൻ മസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ്. ഇലക്ഷൻ കമ്മീഷൻ മസ്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഇൻഫോം ചെയ്തേ പറ്റുള്ളൂ ആധാർ പ്രൂഫാണെന്നാണ് പറയുന്നത്. ചൈന ഓപ്പോസസ് US ടാരിഫ് ഓൺ ഇന്ത്യ. US അണ്ടർ ട്രംപ് ഇമ്പോസ് 50% ടാരിഫ് ഓൺ ഇന്ത്യ. ആദ്യം 25% ശേഷം 50% ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു, പിന്നെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നു. ഇതൊക്കെ US ചെയ്യുന്നതിനോട് ചൈന എതിർപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ചൈന കോൾ ദം അൺഫെയർ ആൻഡ് അൺറീസണബിൾ. ചൈന പറഞ്ഞത് അക്സെപ്റ്റഡ് അല്ല, ഒരു കാരണവശാലും അക്സെപ്റ്റഡ് അല്ല, അൺഫെയർ ആണ്, അൺറീസണബിൾ ആണ്. ചൈന വോൺ ഇന്ത്യ ചൈന ഇക്കണോമിക് കോർപ്പറേഷൻ. Beijing suggests both countries should work together to strengthen trade and counter external economic pressure. ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു ഇന്ത്യയും ചൈനയും കുറച്ചും കൂടി നല്ല രീതിയിലുള്ള അലയൻസ് സ്ഥാപിച്ചിട്ട് മ്യൂച്വൽ കോപ്പറേഷനോട് കൂടിയിട്ട് മറ്റുള്ള ഇക്കണോമിക് പ്രഷറിനെ ഫേസ് ചെയ്യണം. ലൈക്ക് US ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓക്കെ US വേണ്ട, ചൈനയോട് ട്രേഡ് ചെയ്യാം, ആ ഒരു നിലപാട് വേണം നമ്മൾ സ്വീകരിക്കാനാണ് ചൈന പറയുന്നത്. കോമൺ ചാലഞ്ചസ്. ബോത്ത് ഇന്ത്യ ആൻഡ് ചൈന ആർ വിക്ടിംസ് ഓഫ് ടെററിസം. ചൈന ഈസ് റെഡി ടു കോപ്പറേറ്റ് ഇന്റർനാഷണലി ഇൻക്ലൂഡിംഗ് വിത്ത് ഇന്ത്യ ടു ഫൈറ്റ് ടെററിസം. ചൈന ഈസ് റെഡി ടു ഫൈറ്റ് ടെററിസം. Boundary issues. China says India-China border talks have reached consensus on key issues. Bilateral relations aren't affected by Pakistan and third parties. US tariff as a weapon. China use US tariff as a way for the US to extract high cost from other countries. ബേസിക്കലി ചൈന ഇവിടെ ആക്ച്വലി ഒരു കോപ്പറേഷൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മീൻസ് US ഇങ്ങനെയുള്ള ടാക്സ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് നമ്മൾ ചൈനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചൈന ആക്ച്വലി ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. ബട്ട് അത് ബോർഡർ ഇഷ്യൂസ് ആണ് ഇപ്പോൾ കുറച്ചും കൂടെ നിലനിൽക്കുന്നത്. അത് ഒന്ന് സോർട്ട് ഔട്ട് ആയതാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കാര്യങ്ങളൊക്കെയാണ്. FTA ടോക്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കസ് ട്രേഡ്, അഗ്രികൾച്ചർ ഇഷ്യൂസ് ആൻഡ് ഓൾസോ പുഷ് ഇന്ത്യ ഓൺ ജിയോ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ലൈക്ക് റഷ്യ ആൻഡ് യുക്രൈൻ. എക്സാമിന് പോയിന്റ് ഫോർ റെലവൻ്റ് അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്യാത്തത്. ഓക്കെ. ആസാം, ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ നോക്കിയിട്ടുള്ള കാര്യമാണ്. വാട്ട്സ് ഹാപ്പനിങ്? ആസാം ഈസ് സെലിബ്രേറ്റിംഗ് ഭൂപൻ ഹസാരികാസ് ബർത്ത് സെൻറ്റനറി ഫ്രം 8 സെപ്റ്റംബർ 2026. നമ്മൾ ഇന്നലെ ഭൂപൻ ഹസാരിക്കയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. വാട്ട്സ് ഹാപ്പനിങ്? ബംഗ്ലാദേശ് വിൽ സെൻഡ് 1200 tons of ഹിൽസ ഫിഷ് ടു ഇന്ത്യ അഹെഡ് ഓഫ് ദുർഗാ പൂജ ദിസ് ഇയർ. ദുർഗാ പൂജയുടെ ആവശ്യത്തിനായിട്ട് ഹിൽസ ഫിഷ് ഏകദേശം 1200 ടണ്ണാണ് ബംഗ്ലാദേശ് ഇങ്ങോട്ടേക്ക് കയറ്റി എടുക്കാൻ പോകുന്നത്. ഫിഷ് എക്സ്പോർട്ട് ആപ്ലിക്കേഷൻ ടു ഇന്ത്യ ഓപ്പൺ ടിൽ September 11. ഹിൽസ ഇസ് എ പ്രൈസ്ഡ് ഫിഷ് ഫോർ ഫെസ്റ്റിവൽസ് ഇൻ വെസ്റ്റ് ബംഗാൾ, ആസാം ആൻഡ് ത്രിപുര. പ്രൈസ് ആക്ച്വലി 1100 ആണ് പെർ kg. എന്താ ടോട്ടൽ എമൗണ്ട് വരുന്നത് ആക്ച്വലി ഹിൽസ ഫിഷിൻ്റെത്. So lower than India's current market price, seen as a gesture of friendship from Bangladesh. As a gesture of friendship from Bangladesh, they are sending this. അടുത്തത്, the government made a tool to translate tribal languages. Tribal language translate ആയിട്ട് ഗവൺമെൻറ് ആക്ച്വലി ഒരു ടൂൾ കൊണ്ടുവരുവാണ്. ഫോക്ക് സ്റ്റോറീസ് ഓഫ് ബിൽ ട്രൈബ് ഫ്രം മധ്യപ്രദേശ് നൗ അവൈലബിൾ ഇൻ ഹിന്ദി. സോ ഇപ്പോൾ ബിൽ ട്രൈബിൻ്റെ, മധ്യപ്രദേശിലുള്ള ബിൽ ട്രൈബിൻ്റെ ഫോക്ക് സ്റ്റോറീസ് ഒക്കെ ഇപ്പോൾ ഹിന്ദിയിൽ അവൈലബിൾ ആണ്. ബിക്കോസ് അവരൊരു ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ള ഒരു ടൂൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻ ഐഡിയാസ് ഓഫ് സ്റ്റോറിയുടെ ഐഡിയ എന്തൊക്കെയാണ്? കാസ്റ്റ് ഇക്വാലിറ്റി, കൾച്ചറൽ ട്രഡീഷൻ, അവരുടെ കറേജ് ആൻഡ് വാല്യൂസ് എന്തൊക്കെയാണ് വായിക്കേണ്ടത്, മീൻസ് എവിടെ നിന്നാണ് അത് വായിക്കേണ്ടത്? അതിവാനി വെബ്സൈറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, അവിടെ നിന്ന് വേണം അത് വായിക്കാൻ. പിന്നെ മറ്റ് സ്റ്റോറീസ് ഗോന്തി, സന്തലി, മുന്താരി, ഇതൊക്കെ മറ്റവരുടെ ട്രൈബൽ സ്റ്റോറീസാണ്. അതും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇതേ ആപ്ലിക്കേഷൻ അവർ വെബ്സൈറ്റിൽ കൊണ്ടുവരും. ഒറ്റ ലൈനിൽ പറയുന്നത് ട്രൈബൽ ഫോക്ക് ടെയിൽസ് ആർ നൗ ബീങ് ട്രാൻസ്ലേറ്റഡ് ടു ഹിന്ദി. അവരുടെ ട്രൈബൽ ലാംഗ്വേജ് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരുടെ കാസ്റ്റ്, അവരുടെ വാല്യൂ, അവരുടെ കറേജ്, അവരുടെ കൾച്ചറൊക്കെ നമ്മളുടെയൊക്കെ ഹിന്ദി ലാംഗ്വേജിലൂടെ എത്തിക്കാണ് ചെയ്യുന്നത്. അടുത്തത്, FTA വിത്ത് ഖത്തർ. ഇന്ത്യ ആൻഡ് ഖത്തർ ആർ ലൈക്ലി ടു ഫൈനലൈസ് ദ ടേംസ് ഓഫ് റെഫറൻസ് ഫോർ എ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇൻ ഏർലി ഒക്ടോബർ. കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ മേ വിസിറ്റ് ഖത്തർ ഓൺ October 6 ടു ഫൈനലൈസ് ഇറ്റ്. സോ നമ്മളൊരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനിരിക്കുകയാണ്. ഒക്ടോബറിലാണ് നടക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഒക്ടോബറിലെ ന്യൂസ് പേപ്പറിൽ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പെക്ട് ചെയ്യാം. ഇന്ത്യ ഹാസ് സ്റ്റോപ്ഡ് കണക്ടിങ് 17 GW ഓഫ് ഡിലേഡ് സോളാർ വിൻഡ് പ്രോജക്ട് ടു ദ പവർ ഗ്രിഡ്. ഇന്ത്യ ഓൾമോസ്റ്റ് ഒരു പ്രൊജക്റ്റിന് ഇവിടെ എന്താ പറയുക ഡിലേ ആയത് കാരണം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓൺലി പ്രോജക്റ്റ് ദാറ്റ് ആർ റെഡി ഓർ ഓൾമോസ്റ്റ് റെഡി വിൽ ബി കണക്റ്റഡ്. ഓൾമോസ്റ്റ് റെഡി അല്ലെങ്കിൽ റെഡി ആയിട്ടുള്ള പ്രോജക്റ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാര്യം ഇന്ത്യ ഒരിക്കലും നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ബിഗ് കമ്പനീസ് ലൈക്ക് അദാനി, ഗ്രീൻ, NTPC, റിന്യൂ ആർ അഫക്റ്റഡ്. ഇത്തരത്തിലുള്ള വലിയ കമ്പനീസ് ഇപ്പോൾ അഫക്റ്റഡ് ആയിട്ടില്ല. ബിക്കോസ് അവർ 5 years കൊണ്ട് ഇറക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഓരോ പ്ലാൻസ് കൊണ്ടുവരുന്നത്. ഓൾമോസ്റ്റ് റെഡി അല്ലെങ്കിൽ റെഡി ആയിട്ടുള്ള കാര്യം മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇത്തരത്തിൽ 5 years കഴിഞ്ഞ് വരാൻ പോകുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞത്. Companies were warned before and some of now are asking regulator for relief. Examine point of view important alla, but just വായിച്ചതേ ഉള്ളൂ. UK and India started a project to attract money for Indian infrastructure, road, bridges, etc. നമ്മൾ ആക്ച്വലി മണി അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഡിഡൻറ്റ് ഗോ ആസ് പ്ലാൻഡ്, സോ ദേ മേഡ് 8 new suggestions to make it easier and safer for investors.
സജഷൻസ് ഇൻക്ലൂഡ് ഫോളോ ഗ്ലോബൽ റൂൾസ്, ബി ട്രാൻസ്പെറൻറ്റ്, റെഡ്യൂസ് റിസ്ക്. സോ മാക്സിമം നമ്മൾ റിസ്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് തരും, ഓക്കെ റിസ്ക് കുറവാണ്. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആണ്, നമ്മൾ സത്യസന്ധമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വരും. 2030 ആകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 ട്രില്യൺ എങ്കിലും ജനറേറ്റ് ചെയ്യാനാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അൽക്കസാർ ഇസ് നൗ 4th മാൻ ടു വിൻ മൾട്ടിപ്പിൾ മേജർ ഓൺ ഹാർഡ് ഗ്രാസ് ആൻഡ് ക്ലേ കോർട്സ്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ സ്പോർട്സ് പേജിൽ വന്നുകൊണ്ട് കാണിച്ചു തരുള്ളൂ. ആർ ന്യൂ ന്യൂറോൺസ് ബോൺ ഇൻ ദി അഡൽട്ട് ഹ്യൂമൻ ബ്രെയിൻ? What happened? A new study shows that new neurons, brain cells, can be generated in adults in the hippocampus, the memory center. Hippocampus എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറി സെൻറ്ററിൽ ബ്രെയിൻ സെൽസ്, ന്യൂറോൺസ് ആക്ച്വലി ജനറേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. റിസർച്ചേഴ്സ് യൂസ് സിംഗിൾ ന്യൂക്ലിയർ RNA സീക്വൻസിങ് and machine learning on post-mortem human brains, identify neural stem cells, progenitors, and young neurons. Important. This support the idea that adult brain retain regenerative potential, which could help with memory, learning, and stress resilience. So hippocampus neurons